എല്ലാവർക്കും നമസ്കാരം. ആദ്യം വിധി, അതിനുശേഷം സത്യം. പലപ്പോഴും നമ്മുടെ അടുത്ത് വരുന്ന ഈ മീഡിയ ന്യൂസിനകത്ത് ഇങ്ങനത്തെ ഒരു സംഭവം. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ 2 വക്കീൽ സുഹൃത്തുക്കളുമായിട്ട് ഹൈക്കോടതിയിലിരിക്കുകയാണ്. അപ്പം ഹൈക്കോടതി ലൈബ്രറിയിലിരുന്ന് ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ഈ സർക്കാർ പ്ലീഡർ, ഗവൺമെൻറ് പ്ലീഡറിൻ്റെ നിയമനത്തെക്കുറിച്ചുള്ള വാർത്തകളെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ ഞാനാണ് ഇനിഷ്യേറ്റീവ് എടുത്ത് പറഞ്ഞത്. ഒരു കാര്യം ചെയ്യാം, നമുക്കിപ്പം അവിടെ ഹൈക്കോടതിക്കകത്ത് തന്നെ അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഓഫീസുണ്ട്, നമുക്കിപ്പോൾ ഒന്ന് പോയി ചോദിക്കാം. അപ്പോൾ ഞങ്ങൾ 3 പേര് 60 വയസ്സ് കഴിഞ്ഞവരാണ്. എൻ്റെ കൂടെ ഉള്ളവരും 36 വർഷമായിട്ട് ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഓഫീസിൽ ചെന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഈ ന്യൂസിനെ കുറിച്ചുള്ള സത്യാവസ്ഥ നേരിട്ടൊന്ന് പരിശോധിക്കുക, ഒരു ക്യൂരിയോസിറ്റി. അപ്പോൾ കാര്യങ്ങളിങ്ങനെ ഇത് ചെയ്തപ്പോഴത്തേക്കും ഒരു കാര്യം മനസ്സിലായത്, ഈ ഭരണപരമായ, അതായത് ലോ മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്നാണ് സാധാരണഗതിയിൽ ഗവൺമെൻറ് പ്ലീഡറെ നിയമിച്ചുകൊണ്ടുള്ള ഓർഡർ വരിക. ആ ഓർഡർ വന്നു കഴിഞ്ഞാൽ അതിന് വന്നതിന് ശേഷം ഈ ഗവൺമെൻറ് പ്ലീഡർ വന്ന് ചാർജ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അപ്പം അഡ്വക്കേറ്റ് ജനറലാണ് ഏത് പ്ലീഡർ ഏത് കോടതിയിൽ പോകണമെന്ന് തീരുമാനമെടുക്കുന്നത്. ഓക്കെ. അപ്പം ആക്ച്വലി ഇപ്പോൾ ഇവിടെ വിവാദത്തിൽപ്പെട്ട പ്രധാനമായിട്ടും ഈ ദേവസ്വം കേസുമായിട്ട് ബന്ധപ്പെട്ട പ്രതികൾക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റിനെ ദേവസ്വത്തിൽ തന്നെ AG ആയിട്ട് നിയമിച്ചു എന്നാണ് പത്രത്തിൽ കണ്ടത്, ന്യൂസ് ചാനലിൽ ഞാൻ കണ്ടത്. ഞാൻ തന്നെ കണ്ട കാര്യമാണ്. അപ്പോൾ അതിനകത്ത് അഴിമതിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പറഞ്ഞത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത്, ഈ വിവാദത്തിൽപ്പെട്ട ഈ അഡ്വക്കേറ്റ് ഒരുവിധം സമർത്ഥനായ അഡ്വക്കേറ്റാണ്. പക്ഷേ അദ്ദേഹത്തെ ഒരു കേസിനും വേണ്ടി പ്രത്യേകം നിയമിച്ചിരുന്നില്ല. ലോ മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്നും ഈ നിയമനത്തിനായിട്ടുള്ളത് വന്നു. ഇത് കഴിഞ്ഞ് ഇനി അവരുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം, ഈ അഡ്വക്കേറ്റുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം ഇദ്ദേഹത്തെ ഏത് കോടതിയിലേക്ക് അസൈൻ ചെയ്യണം എന്നുള്ളത് അബ്സല്യൂട്ടായിട്ട് അഡ്വക്കേറ്റ് ജനറലിൻ്റെ അവകാശമാണ്. അപ്പം ഒരു കേസും ഇതുവരെ ഏൽപ്പിക്കാതെ ഒരാളെക്കുറിച്ച് എങ്ങനെയാണ് അദ്ദേഹം ദേവസ്വം കോർട്ടിൽ വരുന്നു എന്ന് ന്യൂസിനകത്ത് വരാനായിട്ട് പറ്റുക? അപ്പോൾ എങ്ങനെ നമുക്ക് ന്യൂസുകളെ വളച്ചൊടിക്കാനായിട്ട് പറ്റും? അപ്പോൾ ആ കേസിനകത്ത് കാര്യമായിട്ടൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇദ്ദേഹത്തിന് ഒരൊറ്റ കേസ് പോലും അസൈൻ ചെയ്യുകയോ ദേവസ്വം ബെഞ്ചിലേക്ക് പോകാൻ പറയുകയോ ഈ കേസ് നോക്കിക്കൊള്ളാൻ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ആ അഡ്വക്കേറ്റിൻ്റെ അവകാശത്തിൽപ്പെട്ടതാണ് ഗവൺമെൻറ് പ്ലീഡർ ആകാനായിട്ടുള്ളത്. അദ്ദേഹം മാന്യനായതുകൊണ്ട് ഒരു കോൺട്രവേഴ്സിയിലേക്ക് പോകണ്ട, അപ്പം തന്നെ റിസൈൻ ചെയ്തു. ഓക്കെ. പല അഡ്വക്കേറ്റ്സിൻ്റെയും ജഡ്ജസിൻ്റെയൊക്കെ ടെമ്പർമെൻറ്റ് അങ്ങനെയാണ്, പലപ്പോഴും ന്യൂട്രാലിറ്റി കീപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ അതേപോലെ തന്നെ വീണ്ടും മറ്റൊരു വിവാദത്തെക്കുറിച്ച് നോക്കിയപ്പോഴത്തേക്കും ഗവൺമെൻറ് പ്ലീഡറായിട്ട് നിയമിച്ച ഒരു പ്ലീഡറിൻ്റെ ഒരു അഡ്വക്കേറ്റിൻ്റെ കാലാവധി 2020 എൻറോൾ ചെയ്തിരിക്കുന്നത്. അപ്പം അത് റൂളിന് വിരുദ്ധമായിട്ടാണ് എന്നാണ് ന്യൂസിൽ വന്നതും പത്രത്തിൽ വന്നതും. പക്ഷേ അവിടെ നിന്ന് സത്യം എന്താണെന്ന് നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നിന്ന് അറിഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, SC/ST വിഭാഗത്തിൽപ്പെട്ട, സംവരണ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് 5 വർഷത്തെ പ്രാക്ടീസ് മതി എന്നുള്ളത് ഗവൺമെൻറ് പോളിസിയും അതിനായിട്ടുള്ള സർക്കുലറും ഉള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പം ഈ കാൻഡിഡേറ്റിന് 1 വർഷം കൂടെ പ്രാക്ടീസ് കൂടുതലാണ്. അപ്പോൾ അത് മുഴുവൻ എന്താണ് സത്യം എന്നറിയാതെ, അല്ലെങ്കിൽ ഏജിൻ്റെ അടുത്ത് യോഗ്യത ഉണ്ടോ, പാലിച്ചിട്ടുണ്ടോ എന്നറിയാതെ ഒരു വിവാദം. ഓക്കെ. അപ്പോൾ അതിൽ നിന്ന് പിന്നെ അഴിമതി, സ്വാധീനം, ഇടപെടൽ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. പ്രത്യേകിച്ച് ഒരു കാര്യം പറയാം, ഈ ഒരു ഗവൺമെൻറ് പ്ലീഡർ ആകുമ്പം ചുറ്റുവട്ടത്തുള്ള അല്ലെങ്കിൽ കൂടെയുള്ള അഡ്വക്കേറ്റ്സിനെല്ലാം തന്നെ ഇദ്ദേഹം ഏത് പാർട്ടിക്കാരനാണ്, പാർട്ടി ചായ്വുണ്ടോ, ന്യൂട്രലാണോ, ഇദ്ദേഹത്തിൻ്റെ കാലിബർ എന്താണ്, എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുപോലെ തന്നെ ഈ ലോയേഴ്സ് കോൺഗ്രസ് ഒക്കെ വളരെ ശക്തമായി ഒരുപാട് ത്യാഗമൊക്കെ സഹിച്ച് കഴിഞ്ഞ ഗവൺമെൻറ് കാലത്തൊക്കെ എല്ലാ കേസുകളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് വഴിവിട്ട് നിയമനം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവർക്ക് അപ്പം തന്നെ തിരിച്ചറിയാനായിട്ട് പറ്റും. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ വിത്തിൻ നോ ടൈം അവരെ റിമൂവ് ചെയ്യാനും പറ്റും. ഇപ്പം ഏതായാലും ലോ മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് കൃത്യമായിട്ട് ഇതെല്ലാം അറിയാൻ പറ്റുമല്ലോ, അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ. പക്ഷേ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുകളിലത്തെ 2 കാര്യത്തിലും അബ്സല്യൂട്ട്ലി ഫോൾസ് ആയിട്ടുള്ള കാര്യം പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഒരു വിവാദം
ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം പിന്നെ ഇതൊരു കച്ചവടമാണ്, ഇതിന് പിന്നെ എമൗണ്ട് കൊടുത്തു. ഇതൊക്കെ പറയുമ്പോഴത്തേക്കും ആക്ച്വലി സർക്കാരിന് വേണ്ടി വാദിക്കുന്ന വക്കീലിന് ശമ്പളം അല്ലാതെ വേറൊന്നും കിട്ടാനായിട്ടുള്ള സൗകര്യം അവിടെ ഇല്ല. അപ്പോൾ ഇങ്ങനെ അതൊരു ആ ഒരു രീതിയിൽ കോഴയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആദ്യമേ തന്നെ അപ്പോൾ ഇത് ഈ പത്രങ്ങൾക്കോ ഇല്ലെങ്കിൽ ചാനലുകൾക്കോ പെട്ടെന്ന് റീഡേഴ്സിനെ കൂട്ടുമായിരിക്കും. പക്ഷേ തൽക്കാലത്തേക്കൊരു നേട്ടം ഉണ്ടാകുമായിരിക്കും. പക്ഷേ സത്യവുമായിട്ട് അവരുടെ വിശ്വാസ്യത തകർന്നു പോകുന്നു. അപ്പോൾ പിന്നെ അതിന് ശേഷം പറയുന്ന ഒരു സാധനം നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല, ഒന്നും തന്നെ. അപ്പോൾ ഇങ്ങനെയുള്ള വിവാദം വന്നു കഴിയുമ്പോഴത്തേക്കും പല ആൾക്കാരും എനിക്കത് വേണ്ട എന്നും പറഞ്ഞ് പല ആൾക്കാരും അതിൽ നിന്ന് ഒഴിവാകാറുണ്ട്. അപ്പം ഇതങ്ങനെ വലിയ കിട്ടാക്കനിയൊന്നുമല്ലല്ലോ. അപ്പോൾ അവിടെ ഒരു കഥ, ഒരു നരേറ്റീവ് ബിഫോർ ഫാക്റ്റ് എന്ന് പറയുന്നത് വളരെ ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ സത്യാവസ്ഥ മുഴുവനായിട്ട് മീഡിയക്കാർ മനസ്സിലാക്കാതെ ഒരു കഥ കേട്ട്, അപ്പോൾ നമ്മൾ പറയാറില്ല പണ്ട് കാള പെറ്റുമെന്ന് പറഞ്ഞപ്പോൾ കയറും എടുത്തുകൊണ്ട് ഓടി എന്ന് പറയുന്ന ആ രീതിയിലുള്ളൊരു സംഭവമാണ് ഇന്ന് ഞാൻ കണ്ടത്. അപ്പോൾ ഇതേപോലെ പലപ്പോഴും എനിക്ക് പിന്നെ നേരിട്ട് അറിയാവുന്ന പല കാര്യങ്ങളും തെറ്റായി ചാനലിലാണെങ്കിലും ശരി, അതല്ലെങ്കിൽ പത്രത്തിലാണെങ്കിലും അച്ചടിച്ച് വന്ന് അതിൻ്റെ ഫലമായിട്ട് പല ആൾക്കാർക്കും വലിയ ബുദ്ധിമുട്ടുകളുണ്ടായി എൻ്റെ നേരിട്ടുള്ള ബോധ്യത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് ആത്മരോഷമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മളവിടെ പ്രകടിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതിനുള്ളൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്രക്കാർ പാലിക്കേണ്ടില്ലെങ്കിൽ നമ്മൾ യൂട്യൂബ് ചാനലുകൾ പാലിക്കേണ്ട ഒരു കാര്യം, ആദ്യം ഫാക്റ്റ്, ആ ഫാക്റ്റിനെ കുറിച്ച് നമ്മളൊരു എൻക്വയറി നടത്തണം. അതിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ നമ്മളൊരു വിശകലനം ചെയ്യണം, അനാലിസിസ് നടത്തിയിട്ട് ഒരു കൺക്ലൂഷൻ ഉണ്ടാക്കിയിട്ട് മാത്രമേ നമ്മൾ കൊടുക്കാവൂ. എന്നിട്ട് മാത്രമേ അതൊരു പബ്ലിക് ഒപ്പീനിയനായിട്ട് മാറാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നഷ്ടം വരുന്നത് ഈ ചാനലുകൾക്കായിരിക്കും, അവരെക്കുറിച്ചുള്ള വിശ്വാസ്യത. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഹെഡ്ലൈൻ അങ്ങോട്ട് കൊടുക്കുന്നു, അത് ഭയങ്കര ക്യാച്ചിയാണ്, വൈറലാണ്, അത് കഴിഞ്ഞ് അതിൽ നിന്നൊരു ഇമോഷൻ ഉണ്ടാകുന്നു. അപ്പോൾ ആൾക്കാർ പബ്ലിക് അതിൽ നിന്നൊരു അസംഷൻ എടുക്കുന്നു, ഒരു പബ്ലിക് ജഡ്ജ്മെൻറ്റ് വരുന്നു. അതിന് ശേഷമാണ് ഫാക്റ്റ് വരുന്നത്, സത്യം എന്താണെന്ന് പിന്നീട് വരുന്നത്. എത്ര ന്യൂസുകളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ഭരണത്തിനകത്ത് ഉണ്ടായിട്ടുള്ള പല ന്യൂസിനകത്തും ഇനി നമ്മൾ അന്വേഷിച്ച് ഇതിൻ്റെ പുറകെ പോകും. ഇതിപ്പം തേർഡ് പാർട്ടി പറഞ്ഞു കേട്ടതല്ല, പിന്നെ ഞാനും എൻ്റെ 2 സുഹൃത്തുക്കളും കൂടെ പിന്നെ ഹൈക്കോടതിയിൽ നിന്ന് അപ്പം തന്നെ അവിടെയുള്ള പിന്നെ AGയുടെ ഓഫീസിൽ കയറി ബോധ്യം വന്ന സംഭവമാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് എത്ര ന്യൂസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും. അതിൽ സത്യമായിട്ട് ബന്ധമില്ലാത്ത എന്തുമാത്രം ന്യൂസാണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ തെറ്റായ ഒരു കൺക്ലൂഷനിലേക്ക് എത്താനായിട്ട് ചാനലുകളാണേലും പത്രങ്ങളാണേലും, അപ്പോൾ അപ്പോൾ നമുക്ക് പൊതുവേ ഉണ്ടാകുന്ന പണം കൊടുത്താൽ ഈ രാജ്യത്ത് എന്തും നടക്കും, ഇടപെടലുണ്ടായി, അഴിമതി ഉറപ്പ് എന്നൊക്കെ പറഞ്ഞുള്ള ഈ കഥകൾ. അപ്പോൾ ഇങ്ങനെ വീണ്ടും കഥകൾ വരുമ്പോഴത്തേക്കും പിന്നെ കുറേ കഥകൾ കേട്ട് കഴിയുമ്പം പിന്നെ ഇപ്പോൾ എന്നെപ്പോലുള്ള ആൾക്കാർ അത് സ്വല്പമെങ്കിലും അന്വേഷിച്ച് പോയി കഴിയുമ്പോൾ നമുക്ക് പിന്നെ അവരെക്കുറിച്ചുള്ള അവർ ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാലും ഈ ചാനലുകളെയോ പല പത്രങ്ങളെയോ, ഇപ്പോൾ പത്രത്തിൽ വന്ന കാര്യങ്ങളാണേലും ഞാൻ പല കാര്യവും ഇതുപോലെ വിളിച്ച് അന്വേഷിക്കുമ്പം അതിനെക്കുറിച്ച് അന്വേഷണം നടത്തി കഴിയുമ്പോഴത്തേക്കും അത് സത്യമല്ലായിരുന്നു, നമുക്ക് തെറ്റായ ഒരു കൺക്ലൂഷൻ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ഒരു കേസും ഈ പറഞ്ഞ ദേവസ്വമായിട്ട് ബന്ധപ്പെട്ട അഡ്വക്കേറ്റിനെ ഏൽപ്പിച്ചില്ല എന്നുള്ളത് 100% ഷുവറാണ്. അതിനകത്തൊരു കോൺഫ്ലിക്റ്റും ഇല്ല. അപ്പോൾ അവിടെ ഒരു തെളിവില്ല. പിന്നെ എങ്ങനെയാണ് നമുക്ക്, പക്ഷേ ഡാമേജ് സംഭവിക്കാനുള്ളത് ചാനലുകളുടെ ഇടപെടൽ കൊണ്ട് സംഭവിച്ചു. എനിക്കിതുപോലെ തന്നെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് 2013 അപ്പോൾ എനിക്കത് 12-13 വർഷങ്ങൾക്ക് മുമ്പ് ഭയങ്കര ആത്മരോഷം ഉണ്ടായൊരു സംഭവം പത്രത്തിൽ കൂടെ ഉണ്ടായൊരു സംഭവമുണ്ട്. അതായത് ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് ഇരിക്കുമ്പോൾ അന്നത്തെ പിന്നെ ഈ പബ്ലിക് റിലേഷൻസ് ഡയറക്ടറായിരുന്ന മിസ്റ്റർ A. ഫിറോസ്, PRD ഡയറക്ടർ, എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് അറിയാമായിരുന്നു, ബാക്ക്ഗ്രൗണ്ടും അറിയാം. അയാൾ വളരെ ഇൻറ്റഗ്രിറ്റിയുള്ള അപ്രൈറ്റ് ആയിട്ടുള്ള തന്നെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് വളരെ മോശമായി ന്യൂസ് വന്നു. ഇവിടുത്തെ കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ പത്രത്തിലൊക്കെ പിന്നെ ന്യൂസ് വന്നു. അപ്പം അതിൽ നിന്ന് അദ്ദേഹം അണ്ടർഗ്രൗണ്ടിൽ പോയി. അപ്പോൾ നേരിട്ട് അദ്ദേഹം അതിനകത്ത് പിന്നെ ഫ്രോഡ് നടത്തി, ചീറ്റിങ് നടത്തി എന്നെല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ട്, പേരെടുത്ത് പറഞ്ഞുകൊണ്ട്, സോളാർ കേസുമായിട്ട് സരിത S. നായരുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഈ ന്യൂസ് വന്നു. അപ്പം ഇത് കഴിഞ്ഞിട്ട്
അപ്പോൾ അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടുണ്ടായ സംഭവങ്ങൾ, അദ്ദേഹത്തിൻ്റെ മകള് കോളേജിൽ പഠിക്കുന്ന എനിക്കറിയാം, പിന്നെ അതറിയാമായിരുന്നു. അവരൊക്കെ എങ്ങനെ ജനത്തെ ഫേസ് ചെയ്തു, ഇദ്ദേഹത്തെ ഫേസ് ചെയ്തു. ഇദ്ദേഹത്തിന് അതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഇദ്ദേഹം അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുമില്ല. പക്ഷേ ഇദ്ദേഹത്തിന് റിസൈൻ ചെയ്യേണ്ട സ്റ്റേജിലേക്ക് വന്നു. അപ്പം ഞാനങ്ങനെ റിസൈൻ ചെയ്തു. അപ്പോൾ കുറച്ച് നാളിന് ശേഷം അദ്ദേഹം, ഇതിൻ്റെ ആഘാതം കൊണ്ടാണോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, പക്ഷേ ഈ വാസ് എൻ അപ്രൈറ്റ്, സത്യസന്ധനായ മനുഷ്യനായിരുന്നു. അപ്പം കുറച്ച് നാളുകൾക്ക് ശേഷം അദ്ദേഹം രോഗം വന്ന് അദ്ദേഹം മരിച്ചു. ഇപ്പം ഇത് കഴിഞ്ഞ് ഞാൻ കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ഒരു പത്രം, അവർക്ക് വേണ്ടിയിട്ട്, അവരുടെ ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയിട്ട് ക്ലാസ് എടുക്കാനായിട്ട് ഞാൻ പോയപ്പം ഞാൻ അവരുടെ ശ്രദ്ധയിൽ ഈ കാര്യം പെടുത്തി. കാരണം എനിക്കറിയാം ഈ മനുഷ്യനെ കൈക്കൂലി വാങ്ങിക്കുന്ന ആളല്ല, സത്യസന്ധനാണ്, വളരെ ഡൈനാമിക് എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഡൈനാമിക് ആയിട്ടുള്ള, വളരെ റെപ്യൂട്ടഡ് ആയിട്ട്. അപ്പോൾ അവരുടെ മക്കളെങ്ങനെ ആണ് പബ്ലിക്കിനെ ഫേസ് ചെയ്ത്, മക്കൾക്കില്ലേ, ഭാര്യയ്ക്കില്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചുകൊണ്ട് ഈ ക്ലാസ് എടുത്ത കൂട്ടത്തിൽ ഞാൻ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ഈ ന്യൂസ്, അപ്പം അതിനകത്ത് കുറേ അധികം ആൾക്കാരുണ്ട്. കാരണം പിന്നെ ഇവർ അതിന് വേണ്ടിയിട്ട് മാത്രം പ്രത്യേക ക്യാമ്പായിട്ട് എൻ്റെ ക്ലാസ് പേ ചെയ്ത് എന്നെ കൊണ്ട് നടത്തിക്കുന്ന ക്ലാസ്സാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ വീണ്ടും അതിനെക്കുറിച്ച് ഇതായിട്ട് പറഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞൊരു കാര്യം, പത്രം അങ്ങനെ ഒരു പോളിസി എടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ശമ്പളക്കാരല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കണം. ആ മനുഷ്യന് പറ്റിയ ഇഞ്ചുറി എന്തുമാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക്, വലിയ മക്കൾക്ക് പറ്റിയത്. ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് പുറകോട്ട് പോയി ഇതിൻ്റെ പത്രം അതിന് ശേഷമുള്ള ഈ കണ്ടെത്തൽ എന്താണ്, ഗവൺമെൻറ് കണ്ടെത്തൽ എന്താണ്, പ്രതിപക്ഷത്തിൻ്റെ കണ്ടെത്തൽ എന്താണ്, ഇതെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനെല്ലാം ഇപ്പോൾ ഡോക്യുമെൻ്റ് ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ചില ന്യൂസിനെ കുറിച്ച് പറയാം. അധ്യാപകൻ കുട്ടിയെ മർദ്ദിച്ചു. സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് വന്നതാണ്. അയാളെ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യണം. പക്ഷേ ഇതിനകത്ത് അവസാനം കേസ് ഇതായി കഴിഞ്ഞപ്പോഴത്തേക്കും CCTV എടുത്ത് കംപ്ലീറ്റ് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കുട്ടി തെന്നി വീഴാൻ പോയ കുട്ടീനെ അധ്യാപകൻ പിടിച്ചു നിർത്തുക ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ അസാസിനേഷൻ അദ്ദേഹത്തിന് സംഭവിക്കാവുന്നത്. അതേപോലെ മറ്റൊരു ഇതാണ്, അതിപ്പോൾ നമ്മൾ കേരളത്തിലെ പത്രക്കാരെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലേ, ചാനലിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഇറാഖിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഡിസ്ട്രക്ഷനുള്ള വെപ്പൺസ് അവരുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ്, അപ്പം സദ്ദാം ഹുസൈനെ തൂക്കിക്കൊന്ന കാര്യമൊക്കെ അറിയാം. അവസാനം നമുക്കുള്ള കഥ അറിയാം, എവിടുന്ന് യുറേനിയം പിടിച്ചു, മാസ് ഡിസ്ട്രക്ഷന് പറ്റിയ സാധനങ്ങൾ എന്ത് പിടിച്ചു, അതിന് കൃത്യമായ ഒരു വിവരണം പോലും, ഒരു അപ്പോളജി പോലും അതിനെടുത്ത്, പിന്നെ അത് തന്നെയല്ല ആ ന്യൂസ് പരത്തിയ പത്രക്കാരോ ആരും പിന്നീട് അത് ചെയ്തിട്ടില്ല. അതുപോലെ മറ്റൊരു ന്യൂസ് ഞാൻ പറയാം. ഈ COVID-19 സമയത്ത് നമ്മൾ വെളുത്തുള്ളി കഴിച്ചു കഴിഞ്ഞാൽ രോഗം മാറും, ഇതുപോലുള്ള പല വ്യാജ സന്ദേശങ്ങൾ വന്നു. പിന്നെ ഡാം തുറന്ന് വിടും എന്ന് പറഞ്ഞിട്ട് 2018 ഡാം തുറന്ന് വ്യാജ വാർത്ത കേട്ടിട്ട് ഒരുപാട് ആൾക്കാർ പാനിക്ഡായി. ഓക്കെ, അതേപോലെ തന്നെ ശബരിമല പ്രൊട്ടസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് മതവികാരം ഭയങ്കരമായിട്ട് കത്തിച്ചു. അപ്പോൾ 2020 ഡൽഹി റൈറ്റ്സുമായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു വലിയ ഒരു എന്തുമാത്രം കലാപം പടരാനായിട്ട്, അതുപോലെ കുട്ടികളെ തട്ടിക്കൊണ്ട് പോകുന്ന സംഘം, അതിനെക്കുറിച്ച് വാട്സപ്പിലുള്ള അർബൻ ലെജൻഡ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും, അപ്പോൾ അതിൻ്റെ പേരിൽ എത്ര നിരപരാധികൾ അതിന് ഇരയായി. കേരളത്തിൽ നിപ്പ വീണ്ടും വരുന്നു എന്നുള്ള പഴയ വീഡിയോസ് എടുത്തിട്ടുണ്ട്. പിന്നെ ചില ബാങ്കുകൾ അടയ്ക്കുന്നു, ബാങ്കുകൾ പൂട്ടുന്നു, 2000 നോട്ട് നിരോധിക്കുന്നു, വ്യാജ വാർത്ത. അതിൻ്റെ പേരിൽ എന്തുമാത്രം വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ മരണം ഉറപ്പ് എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പം അതുപോലെ തന്നെ AI മനുഷ്യരെ, നമ്മുടെ ജോലി ഒരുപാട് മാറ്റി സ്ഥാപിക്കും, ഓവർ ഹൈപ്പ് കൊടുത്തു, സത്യമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത നമ്മുടെ ഒരു ടൂളാണ്, നമ്മുടെ ഒരു മൂന്നാമത്തെ കൈ പോലെ ആ സംഭവം. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രൊഫഷനിൽ നമുക്ക് ഒരുപാട് നേട്ടം ഉണ്ടാവും. അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് കാലത്ത് ഒരു പരീക്ഷണം നടത്താതെ എക്സിറ്റ് പോള് നിർണ്ണയിക്കുകയാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷം ഭയങ്കരമായി ഭരണത്തിൽ വരുമെന്ന് പറഞ്ഞ് ഇത് ചെയ്ത പിന്നെ ചാനലുമൊക്കെ ഉണ്ട്. പിന്നെ സെലിബ്രിറ്റീസിൻ്റെ ഫോൾസ് ആയിട്ടുള്ള മരണം റിപ്പോർട്ട്, മരിച്ചിട്ടേ ഇല്ലാത്ത ആളെക്കുറിച്ച്. പിന്നെ കോടതിയുടെ വെർഡിക്റ്റിൻ്റെ ഒരു ഭാഗം മാത്രം എടുത്തിട്ട് അതിന് തെറ്റായിട്ട് ചെയ്യുക. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ജനാധിപത്യ രാജ്യത്ത് നമുക്ക് തന്നിട്ടുള്ള ഫ്രീഡം ഓഫ് സ്പീച്ചിനെ നമ്മൾ എന്തുമാത്രമാണ് മിസ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫേക്ക് ജോബ് റിക്രൂട്ട്മെൻറ്റ് സ്കാം, ചിലപ്പോൾ അത് പിന്നെ ഇങ്ങനെ പല കേസസും ഞാൻ നോക്കിയിട്ടുള്ളതിനകത്ത്, എല്ലാ കേസിലും അല്ല, പക്ഷേ അത് ഫേക്കേ അല്ല. ഫ്യൂവൽ പ്രൈസ് പെട്ടെന്ന് ഹൈക്ക് ചെയ്യും. അതുപോലെ തന്നെ IT റെയ്ഡ്, ആക്ച്വലി അവരൊരു ഇപ്പോൾ ED റെയ്ഡ്, ED വന്ന് നിൽക്കുന്ന ഒരു പരിശോധനയ്ക്കായിരിക്കും.
അല്ലെങ്കിൽ ടാക്സ് ഒരു പരിശോധനയ്ക്കായിരിക്കും. അപ്പോൾ അവിടെ റെയ്ഡ് എന്നൊക്കെ പറയുന്നതായിട്ട് യാതൊരു ബന്ധവും കാണത്തില്ല. ഹൈക്കോടതി ഓർഡർ സ്റ്റേ ചെയ്തു. അപ്പോൾ ലാൻഡ് അക്വിസിഷൻ നോട്ടീസ്, GST റെയ്ഡ്, ഇല്ല സൈബർ ഫ്രോഡ്, ഗോൾഡ് സ്മഗ്ലിങ്, ഇല്ലെങ്കിൽ സ്കൂളിൽ ഡ്രഗ് അബ്യൂസ്, റിസഷൻ വരാൻ പോകുന്നു, ലാൻഡ് സ്ലൈഡ് അലേർട്ട്, അപ്പോൾ വാട്ടർ കണ്ടാമിനേഷൻസ്, ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ നിത്യേന കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് വന്ന ഈ 2 ന്യൂസ് ഇപ്പോൾ ഞാൻ ഇന്ന് തന്നെ വെരിഫൈ ചെയ്ത സംഭവം ആയതുകൊണ്ടാണ്. ഞാൻ നേരത്തെ ഇതുപോലെ ഇത് പറയണം, കാരണം ഒരു പാർട്ടിയായിട്ട് ഒരു പാർട്ടിയുടെ ആളല്ല ഞാൻ. പക്ഷേ സത്യം പറയാനുള്ളൊരു ധൈര്യം എനിക്കുണ്ട്. പക്ഷേ ഇങ്ങനൊരു സംഭവം വന്നു കഴിയുമ്പോൾ അതിലുണ്ടാകുന്ന റെപ്യൂട്ടേഷൻ്റെ ഡാമേജ്, ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാർ പലരും റിസൈൻ ചെയ്യുന്നു. അപ്പം ആത്മാഭിമാനമുള്ളവർ പിന്നെ അങ്ങനെ ഇരിക്കത്തില്ല. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡിസ്ട്രസ്റ്റ് ഉണ്ടാകും, പൊളിറ്റിക്കൽ പോളറൈസേഷൻ ഉണ്ടാകും, അല്ലെ കമ്മ്യൂണൽ ടെൻഷൻ ഉണ്ടാകാം, അപ്പോൾ ലീഗൽ ഹരാസ്മെൻ്റ് ഉണ്ടാകാം, ഇമോഷണൽ സ്ട്രെസ് ഉണ്ടാകാം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ മോബ് നമ്മളെ ട്രയൽ നടത്തുക, പ്രൊഫഷണൽ ഹ്യൂമിലിയേഷൻസ് വരിക, ഇങ്ങനെയൊക്കെ വരുന്ന സംഭവം. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ഈ ന്യൂസുകളെല്ലാം ഇനി വരുന്ന ചാനൽ ന്യൂസുകളാണെങ്കിലും ശരി, പത്ര ന്യൂസുകളാണെങ്കിലും ശരി, നമ്മൾ എന്ത് വന്നാലും വെരിഫൈ ചെയ്തിട്ട് നമ്മളായിട്ട് അതിനെ ആംപ്ലിഫൈ ചെയ്യാനായിട്ട് കൂട്ടു നിൽക്കരുത്. ചിലപ്പം ഈ പറഞ്ഞ പോലെ കല്ല് വെച്ച നുണകൾ. അപ്പോൾ അത് പിന്നെ എന്നെപ്പോലെ ഒരുപാട് പേര് സത്യം കണ്ടെത്തി പറഞ്ഞാൽ മാത്രമേ ഇതിനൊരു മാറ്റം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ പ്രൈമറി സോഴ്സ് എന്താണ് നമ്മൾ അന്വേഷിച്ച് നോക്കുക. അപ്പോൾ ഹെഡ്ലൈനെ മാത്രം നമ്മൾ വിവരിക്കരുത്. പലപ്പോഴും പല ആൾക്കാർ ഹെഡ്ലൈൻ മാത്രമേ വായിക്കത്തുള്ളൂ, ഫുൾ ന്യൂസ് വായിച്ചു എന്ന് വരത്തില്ല. പിന്നെ ചില ന്യൂസ് കൊടുക്കുമ്പോഴത്തേക്കും ന്യൂസിൽ കോണ്ടെക്സ്റ്റ് കൂടെ ചെക്ക് ചെയ്തിട്ട് മാത്രമേ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ഓരോന്നിന് വരുമ്പോഴത്തേക്കും കോണ്ടൻറ്റ് മാത്രമല്ല, കോണ്ടെക്സ്റ്റും ഉണ്ട്. പിന്നെ ജനങ്ങൾക്കൊരു മിനിമം ഒരു ലീഗൽ ലിറ്ററസി വേണം. അപ്പോൾ പിന്നെ നിയമബോധം, പിന്നെ മീഡിയ അക്കൗണ്ടബിലിറ്റി, ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും പിന്നീട് വരുന്ന ഒരു കേസ് കൊണ്ട് മാത്രം തീരില്ല. അപ്പം ചില മീഡിയക്കാർക്കൊക്കെ 100-200 കേസസൊക്കെ ഇങ്ങനെ നിലവിലുള്ളത് എനിക്കറിയാം. അപ്പോൾ ഫാക്റ്റ് നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ ഡിലേ വരുമ്പോഴത്തേക്കുണ്ടാകുന്ന, അപ്പോൾ അതിൻ്റെ പേരിൽ ജനം റിയാക്ട് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകരുത്. എക്സ്പേർട്ട് കൺസൾട്ടേഷൻ, ചില കാര്യങ്ങളെക്കുറിച്ചുള്ള എക്സ്പേർട്ടുമായിട്ട് നമ്മൾ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ ന്യൂസ് വരുമ്പോൾ നമ്മളെ ബാധിക്കുന്നതാണ്, നമുക്ക് ആ ഓഫീസിൽ നിന്നോ അതിൻ്റെയൊക്കെ നമുക്ക് തീർച്ചയായിട്ടും അത് വെരിഫൈ ചെയ്യാമല്ലോ. അപ്പോൾ ഇത് വളരെ ശക്തമായ ഒരു കൺമുമ്പിൽ നടന്ന ഒരു ഫാൾസ് ന്യൂസ് വന്ന് അതിനെ ബേസ് ചെയ്തിട്ട് പിന്നെ അഴിമതിയുണ്ട് എന്നൊക്കെ ഇങ്ങനെ ആരോപിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും, അപ്പോൾ ഇനി വരാവുന്ന ന്യൂസാണെങ്കിലും ശരി, ഇനി നമുക്ക് ഇങ്ങനെ പുതിയതുണ്ടാവും. അപ്പോൾ പുതിയതായ സംഭവം കേൾക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ആൾക്കാർ ശ്രദ്ധ അവിടേക്ക് പോയിട്ട് കുറച്ച് എൻഗേജ്മെൻറ്റ് കൂടും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് ചിലപ്പോൾ ഇത് മലീഷ്യസ് ആകാം, മലീഷ്യസ് റിപ്പോർട്ടിംഗ് ആകാം, ഡിഫമേഷൻ ആകാം, ഹാഫ് ട്രൂത്ത് ആകാം, മിസ്റെപ്രസെൻറ്റേഷൻ ആകാം, മനഃപൂർവ്വമായിട്ടുള്ള ഒരു ക്യാരക്ടർ അസാസിനേഷൻ ആകാം, ട്രയൽ ബൈ മീഡിയ ആകാം. അപ്പോൾ ഈ വാർത്തകൾ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ചോദിക്കുക, ഇത് ഫാക്റ്റാണോ അതോ ഇത് നരേറ്റീവാണോ എന്ന് നമ്മൾ സ്വയം വിലയിരുത്തിയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്കാണ്. അല്ലാതെ നമുക്കിപ്പോൾ ഇതിൽ വരുന്ന ചാനലിൽ വരുന്നതിന് നമുക്കൊരു 20% പോലും നമുക്ക് വിലക്കെടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പം ആ രീതിയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ പുറകോട്ട് പറഞ്ഞതെല്ലാം ഈ മീഡിയ, അല്ലെങ്കിൽ നമ്മുടെ ചാനലുകൾ, യൂട്യൂബ് ചാനലുകൾ, പത്രങ്ങൾ, ടൈംസ് ഓഫ് ഇന്ത്യയിലൊക്കെ എത്ര ഫാൾസ് ന്യൂസായിട്ട് വന്ന സംഭവങ്ങളുണ്ട്. അത് പിന്നീട് സത്യമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ള, ഇപ്പോൾ കേരളത്തിലെ പത്രങ്ങളെക്കുറിച്ചും. അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ അടുത്ത കാലത്ത് വന്നുകൊണ്ടിരുന്നത് DA അരിയേഴ്സ് കൊടുക്കില്ല, ഗവൺമെൻറ് ഓൾറെഡി തന്നെ ബാങ്ക്രപ്റ്റായി. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് സോഷ്യൽ പാനിക് ഉണ്ടാകുക. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ, ഇത് ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നൊരു ന്യൂസിൻ്റെ ഭാഗമാണ് ഞാൻ പറയുന്നത്. പിന്നെ ഡെഫേർഡ് പേയ്മെൻറ്റ് ഇനി കുറച്ച് കാലം കഴിഞ്ഞേ കിട്ടുകയുള്ളൂ. പിന്നെ മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് സ്ട്രൈക്കിൽ പോകുന്നു, മാധ്യമങ്ങളിൽ ഹെഡ്ലൈനായിട്ട് വന്നു. ഓക്കെ, പിന്നെ അതുമായിട്ട് കോടതി കയറി ഇടപെട്ടു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ട്സുമായിട്ട് ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന ന്യൂസാണ്, അടുത്ത കാലത്ത് വന്ന ന്യൂസാണ്. അപ്പോൾ ഇങ്ങനെയുള്ള, അപ്പോൾ ഈ ടൈംസ് ഓഫ് ഇന്ത്യ മാത്രമല്ല പറയുന്ന, മലയാളത്തിലെ എല്ലാ ചാനലുകളും, പിന്നെ യൂട്യൂബ് ചാനലുകളും ഏറ്റവും നന്നായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് ചാനലിൽ ഒത്തിരി സംഭവങ്ങളിങ്ങനെ. അപ്പോൾ നമുക്കിതെല്ലാം പിന്നെ നേരിട്ട് മാത്രമേ ഇല്ല, അതിപ്പോൾ ഇങ്ങനെ കേൾക്കുന്ന ന്യൂസുകളെ എടുത്ത് ചാടണ്ട എന്നുള്ളൊരു, അപ്പോൾ ഹാഫ് ട്രൂത്ത് ഹെഡ്ലൈൻസ്,
പ്രൊസീജിയറിലായിട്ട്. അപ്പോൾ നമുക്ക് മാധ്യമത്തിനൊരു ധർമ്മമുണ്ട്. അപ്പോൾ അതൊന്നും നോക്കാതെ പലപ്പോഴും ഔട്ട്റേഞ്ചസ് ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രസ്റ്റ് നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് സത്യം കണ്ടെത്താനും, അപ്പോൾ സത്യത്തിന് വേണ്ടി, അപ്പോൾ എന്താണ് നമ്മൾ ധർമ്മത്തിന് വേണ്ടി പോരാടുക, സത്യം കണ്ടെത്തുക. സെൻസേഷൻ അല്ല നമുക്ക് വേണ്ടത്. എന്നാൽ മോശമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളതിനു വേണ്ടി പ്രതികരിക്കുകയും വേണം. അപ്പോൾ സത്യാന്വേഷണത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ആർജവം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.